സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതീശന്റെ പല മെഴുകലുകളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. അങ്ങനെ സ്മൃതി പരുത്തിക്കുരുവിന്റെ പുതിയൊരു മെഴുകൽ വന്നിരിക്കുന്നത് ബി അശോകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. ആ IAS ഉദ്യോഗസ്ഥന് ഒരു സസ്പെൻഷൻ കിട്ടി. ആ സസ്പെൻഷൻ ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെയാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല രീതിയിലുള്ള കാര്യങ്ങൾ, പ്രസ്താവനകൾ, പോസ്റ്റുകളിൽ കൂടിയും അദ്ദേഹം പല രീതിയിൽ തുറന്നടിക്കുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ഒരു നേട്ടമായിട്ട് കണ്ടുകൊണ്ട് തന്നെ സ്മൃതീശൻ അദ്ദേഹത്തിന് ഒരു ചർച്ചയിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു മാറ്റം, അല്ലെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായത് കൊണ്ടാണോ ഇന്ന് ഈ ഒരു രീതിയിൽ പ്രസ്താവനയുമായിട്ട് രംഗത്തേക്ക് വരുന്നത്? അല്ലെ ഇടതുപക്ഷത്തിൽ ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് തുടരില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണോ, അല്ലെ പിണറായി അവസാനിച്ചു എന്ന് മനസ്സിലായത് കൊണ്ടാണോ ഈ പൊട്ടിത്തെറി അല്ലെങ്കിൽ ഈ തുറന്നു പറച്ചിൽ എന്നൊക്കെ ബി അശോകിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടല്ല ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം? നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയും. അന്യാധീനമായിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ടുള്ളൊരു ചോദ്യവുമായിട്ട് ഞാൻ വന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്മൃതി പരുത്തിക്കുരുവിനല്ലേ, സ്മൃതി പരുത്തിക്കാടിന് നല്ല രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിളിച്ചിരിക്കുന്ന ആ ചാനൽ ചർച്ചയിൽ എന്താണ് ചോദിച്ചതെന്നും അതിനെന്താണ് ബി അശോക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മറുപടി കൊടുത്തതെന്നുമുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത്. കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച ടുഡേഴ്സ് ചാണക്യ കേരളത്തിൽ തൂക്കുസഭ എന്ന പ്രവചനവുമായി ഇന്ന് രംഗത്ത് വന്നത് അല്പം മുൻപാണ്. യഥാർത്ഥ വിധി അറിയാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ മാറ്റം ഉറപ്പിച്ചോ പൊട്ടിത്തെറി എന്നതാണ് ചോദ്യം. ആദ്യം ശ്രീ ബി അശോകിലേക്കാണ്. ഡോക്ടർ ബി അശോക്, ഇന്നലെയും ഇന്നുമായി അങ്ങ് ഒരുപാട് കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉറപ്പിച്ചുകൊണ്ടാണോ ഈ നിമിഷം അദ്ദേഹം താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അല്ലെങ്കിൽ വെളിപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു? നല്ല ചോദ്യം, മറുപടി നോക്കിയോ. അങ്ങനെ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ ബി അശോക്, സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് തരുമ്പോൾ നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്യുക. സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണം നൽകുക അങ്ങ് നേരിട്ട് നൽകുകയാണ് ചെയ്യുക. പക്ഷേ പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ലേഖനത്തിലൂടെ ഒക്കെ പ്രതികരിക്കാൻ അങ്ങ് തയ്യാറായിരിക്കുന്നു എന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ബാക്കി കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. സ്മൃതിക്ക് ഇത് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കണം. അതായത് തനിക്ക് തൻ്റെ മുൻപിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു പൊൻതൂവലായിട്ട്, അല്ലെ തൻ്റെ മുൻപിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായിട്ട് വിനിയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് ബി അശോകിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണിത്. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ രേഖാപൂർവം നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു സ്ഥാനത്ത് അതിൽ നിന്ന് മാറി പോസ്റ്റുകളിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും പ്രതികരിക്കേണ്ടി വന്ന, അല്ലെ പ്രതികരിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് സ്മൃതി ചോദിക്കുകയാണ്. സ്മൃതിയുടെ ആ ചോദ്യത്തിലുള്ള ഛേദോ വികാരം, അല്ലെ ആ ചോദ്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹം കൊടുക്കാൻ പോകുന്ന മറുപടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്മൃതിയുടെ ആവശ്യം എങ്ങനെയെങ്കിലും ആ വായിൽ നിന്ന് വീണ് കിട്ടണം. ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കൊണ്ടാണ് തൻ്റെ ജോലി നഷ്ടമായത്, അല്ലെ ഇടതുപക്ഷത്തിലിരിക്കുന്ന ആളുകളുടെ തോന്നിവാസം കൊണ്ടാണ് തൻ്റെ ജോലി നഷ്ടമായത്, ഇടതുപക്ഷ സർക്കാർ വളരെ വൃത്തികേടാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം അയാളുടെ വായിൽ നിന്ന് വീണ് കിട്ടണം. അത് വെച്ചുകൊണ്ട് വേണം ബാക്കി കളികൾ കളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി ശരിക്കും മെഴുകാൻ നിൽക്കുന്നത്. അതിന് സ്മൃതിക്ക് കിട്ടുന്ന നല്ല മറുപടി തന്നെയാണ് ബി അശോക്, അല്ലെ ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ കൊടുത്തത്. അതിൽ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രാസം ഒപ്പിച്ച് പ്രസംഗിച്ചപ്പോൾ പരുത്തിക്കാട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബി അശോകന് മനസ്സിലായി. മൂപ്പര് മനസ്സിൽ തോന്നിയ മറുപടി പറഞ്ഞപ്പോൾ പരുത്തിക്കാടിന് പതിവായി കിട്ടാറുള്ളത് കിട്ടി ബോധിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മറുപടി കണ്ടുപോകാം. കേൾക്കുന്നില്ലേ ശ്രീ ബി അശോക്? ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്.
പക്ഷേ അങ്ങ് അത് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരുന്നു ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട, അതിന് സാധിക്കില്ല. സ്മൃതിക്ക് ഒരു തവണ കിട്ടി. ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്. ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എപ്പോൾ പാലിക്കണമെന്നും മറികടക്കണമെന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയില്ല അങ്ങൊരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്ക് ഒരു താല്പര്യം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിന് നടപടിക്രമമുണ്ട്. അത് ഞാൻ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ you are wasting your own time. What is the material question? You come to that. ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അങ്ങേക്ക് എന്തോ തെറ്റിദ്ധാരണകളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അടുത്ത ചോദ്യമായിട്ട് വരാമെന്നാണ് സ്മൃതീശൻ പറയുന്നത്. സ്മൃതിക്ക് ശരിക്കും കിട്ടേണ്ടത് നല്ല പോലെ കിട്ടിയിരിക്കുകയാണ്, കിട്ടി ബോധിച്ചിരിക്കുകയാണ് സ്മൃതിക്ക്. എന്താണ് കിട്ടിയത്? സ്മൃതിക്ക് മെഴുകേണ്ടത് ഇടതുപക്ഷ സർക്കാർ കാരണം തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെ പിണറായിസം കാരണം തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഈ പിണറായി വിജയൻ സഖാവ് അല്ലെ സർക്കാരിൻ്റെ ഒരു പാർട്ടി ഇനി ഉണ്ടാവില്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനം ഇവിടെയാണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സ്മൃതീശൻ മെഴുകുന്നത്. അങ്ങനെ മെഴുകിയപ്പോൾ അതിൻ്റെ കൂട്ട് പിടിച്ചുകൊണ്ട് ബി അശോക് നിൽക്കുമെന്ന് മനസ്സിലായി. കാരണം ബി അശോകിൻ്റെ ജോലി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ബി അശോകിനെ ചേർത്ത് പിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ചേർത്ത് പിടിക്കാം, അല്ലെ അങ്ങനെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയും ഈ രീതിയിൽ സ്മൃതീശൻ കിടന്ന് മെഴുകുകയായിരുന്നു. അങ്ങനെ മെഴുകിയ സ്മൃതീശന് വാ നിറച്ച് നല്ല മറുപടി, അന്നനാളം നിറച്ചുകൊണ്ട് തന്നെ നല്ല മറുപടിയാണ് ഈ പറയുന്ന ബി അശോക് എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് വേറെ മറുപടി ഒന്നും ഇല്ലാതെ എനിക്കൊന്നും പറയാനില്ല, ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ, നിങ്ങൾ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ മൂഡില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി അവിടുന്ന് കരഞ്ഞുകൊണ്ട് ആ മൈക്കും മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാർത്താ സമ്മേളനം, ആ ഒരു ബി അശോകുമായിട്ടുള്ള വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോകുന്നൊരു കാഴ്ച കാണുന്നത് ഇത്തിരി കഷ്ടം. പാവം. ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഒരാളെങ്കിലും കൂട്ടുപിടിച്ച് ഒരാളെങ്കിലും കൂട്ടുപിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. അതേ പാർട്ടിയുടെ അവരുടെ ദുർവിനിയോഗം കാരണം, അധികാര ദുർവിനിയോഗം കാരണം ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി, അങ്ങനെ മെഴുകാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ പോയി. പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊരവസ്ഥയൊക്കെയാണല്ലേ. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ പറയണം, അതാണ് ഇവരുടെയൊക്കെ ചിന്താഗതി. രാത്രി ഉറങ്ങുന്നതേ നാളെ എന്ത് കിട്ടും ഇടതുപക്ഷത്തിനെതിരെ പറയാൻ, ജോലി ഒരാളെ കിട്ടി, അവനെ വെച്ച് നമുക്ക് പരിപാടി ഒപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്മൃതീശൻ്റെ അല്ലെങ്കിൽ സ്മൃതീശനാദികളുടെ അണ്ണാക്കും അന്നനാളമൊക്കെ നിറയ്ക്കുന്ന രീതിയിലുള്ള മറുപടികളുമായിട്ട് പല രീതിയിൽ പല സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, തിങ്കളാഴ്ച നമുക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ, റിസൾട്ട് വരുന്ന സമയത്ത് ഇനി എന്തൊക്കെ മെഴുകലുകളും എന്തൊക്കെ കരച്ചിലുകളും ഉണ്ടാകാം എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതും നമുക്ക് എന്തായാലും കണ്ടറിയാം. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ജനങ്ങൾക്ക് നല്ല ജീവിതം വേണോ, മോശപ്പെട്ട ജീവിതം വേണോ, അതോ ഇനി ഭക്തിമാർഗത്തിൽ കൂടി മാത്രം ജീവിച്ചാൽ മതിയോ എന്നുള്ളതൊക്കെ ജനവിധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.